ഇതിൽ അനധികൃത നിർമ്മാണം പലതവണയും കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആദ്യഘട്ടം നടപടികളും സ്വീകരിച്ചിരുന്നു. പല സ്ഥലങ്ങളിൽ ആദ്യഘട്ടം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടാൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ് പരിശോധിച്ച ശേഷം ആദ്യം ചെയ്തു. അത് കൊടുത്തതിന് ശേഷം അവർക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കാം. ലീഗലി കറക്റ്റ് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഭരണസമിതി പൊതുവെ എടുത്തിട്ടുള്ള നിലപാട്. മറ്റ് നടപടികളിലേക്ക് നിങ്ങൾ പോവുകയും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പരമാവധി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 6 മാസം 7 മാസം ഭരണസമിതി പിന്നിടുമ്പോഴേക്കും ലഭിക്കുന്ന വിവരങ്ങൾ പലരും ഒരു മാഫിയ പോലെ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നതെന്നും ഇതിനെ സഹായിക്കുന്ന ഒരു ടീം തന്നെ സിറ്റിയിലുണ്ടെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ നേരിട്ട് തന്നെ കർശനമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. സാധാരണ സെക്കൻഡ് സാറ്റർഡേയുടെ തലേദിവസമുള്ള വെള്ളിയാഴ്ച രാത്രി മുതൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. അതായത് കോടതിയിൽ നിന്ന് ഉത്തരവൊന്നും ആർക്കും വാങ്ങാൻ പറ്റാത്ത സമയം കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഓണാവധി തുടങ്ങുകയാണ്. ഈ ഓണാവധിയുടെ 4-5 ദിവസമാണ് പട്ടണത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃത നിർമ്മാണം കാര്യമായിട്ട് നടക്കുന്നതെന്നാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ നേരിട്ട് തന്നെ ആവശ്യമായ ഘട്ടത്തിൽ മരാമത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ കോർപ്പറേഷൻ സെക്രട്ടറി, എഞ്ചിനീയറിംഗ് വിങ്ങിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവരുൾപ്പെടെ ഫീൽഡിൽ പോയി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി തീരുമാനിച്ചു. ഓണ അവധി ദിവസങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളിൽ കേസുകൾ കോടതിയിൽ വരുന്ന ഘട്ടത്തിൽ സീനിയർ അഭിഭാഷകരെയൊക്കെ എൻഗേജ് ചെയ്യേണ്ട ഘട്ടം ആവശ്യമാണെങ്കിൽ അങ്ങനെ പ്രത്യേക തീരുമാനമുണ്ട്. അനധികൃത നിർമ്മാണം പൂർണ്ണമായിട്ടും തടയുവാനുള്ള എല്ലാ തീരുമാനവും ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയുവാനുള്ളത് ഒരു കാരണവശാലും 1 സെന്റിമീറ്റർ പോലും അനധികൃത നിർമ്മാണം തിരുവനന്തപുരം സിറ്റിയിൽ അനുവദിക്കുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല. അതിന് എത്ര പിടിപാടുള്ള ആളായാലും ശക്തമായ നടപടിയും നേരിടും. ഇന്നലെ മുട്ടട ഭാഗത്ത് ഒരു അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം അവിടുത്തെ അത് ശ്രദ്ധിക്കാത്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്താ സംഭവിച്ചത് ഞങ്ങൾ പരിശോധിക്കും. അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശോധിക്കും. അപ്പോൾ അത്രത്തോളം ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഭരണസമിതിക്ക് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം അനധികൃത നിർമ്മാണം നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അതിലിടപെടേണ്ട സ്പെഷ്യൽ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നുള്ള കാരണത്താൽ നടപടി സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തുടരും. അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതി ഇടപെടുകയും അത് പൊളിച്ചു മാറ്റുകയും ചെയ്യും. അതിന്റെ ചെലവ് കൂടി ഈ നിർമ്മാണം നടത്തിയവരിൽ നിന്ന് ഈടാക്കും. ഇതിനുവേണ്ടി സ്പെഷ്യൽ സമിതികൾ കോർപ്പറേഷൻ ഭരണസമിതി രൂപീകരിക്കും.